സ്മാർട്ട് പാലക്കാട് ഫൗണ്ടേഷനുമായി സഹകരിച്ച ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനൊരുങ്ങി ഇന്റൽ മണി. പദ്ധതിയെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരെ സഹായിക്കാനാണ് ഇന്റൽ മണി അവസരമൊരുക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്മാർട്ട് പാലക്കാട് ഇനീഷ്യേറ്റീവിന് ആദ്യത്തെ സ്രോതസ്സായി 20 വീട് ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഞങ്ങൾ തുടങ്ങുകയാണ് എന്നാണ് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ഈ തുടക്കം പാലക്കാടുള്ള വേറെ ബാക്കിയുള്ള സംരംഭകർക്കും ഇവിടെ പാലക്കാട് പ്രവർത്തിക്കുന്ന ബാക്കി വ്യവസായങ്ങൾക്കും ഒരു പ്രചോദനമായിട്ട് അവർ സ്മാർട്ട് പാലക്കാടിനും കൂടെ പാർട്ട്ണർ ചെയ്ത് ഇനിയും ഭവനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് MLAയുടെ കൂടെ നിന്ന് ഒരു സഹായ സഹകരണം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്റൽ മണിയുടെ സാമൂഹിക ഉത്തരവാദിത്വ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഇന്റൽ കെയർ പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് പാലക്കാട് ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിൽ വരുത്തുന്നത്. സ്വന്തമായി ഭൂമിയുള്ള സർക്കാർ ഭവന പദ്ധതികളിൽ പെടാത്തവർക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. പദ്ധതി പ്രകാരം 500 മുതൽ 575 വരെ സ്ക്വയർ ഫീറ്റിലുള്ള വീടുകളാണ് വെച്ച് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 20 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് പദ്ധതി. 2 കിടപ്പുമുറികളും അടുക്കളയും ഹാളും ഒരു ശുചിമുറിയും വരാന്തയും ചേർന്നതാകും ഓരോ വീടുകളും. തിരഞ്ഞെടുക്കുന്ന ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. അപേക്ഷകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസിൽ സമർപ്പിക്കാം. നമ്മൾ ഇത് മുൻപ് ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളിലൂടെ വീടൊക്കെ അലോട്ട് ചെയ്തിരുന്ന ആളുകൾ, ആ എക്സ്പേർട്സ് ഒക്കെ നമ്മുടെ പാനലിലുണ്ട്. അപ്പോൾ അവരത് അതിൻ്റെ ഒരു പ്രയോറിറ്റി നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന അപേക്ഷകളുടെ ഒരു പ്രയോറിറ്റി നോക്കിയിട്ട് അത് ചെയ്യും. അത് നമ്മുടെ മുഴുവനായിട്ടുള്ള പേരാണ്. MLA ഇനിഷ്യേറ്റീവുകളുടെ, അതെ MLA ഇനിഷ്യേറ്റീവുകളുടെ പേരാണ് സ്മാർട്ട് പാലക്കാട്. 20 വീട് ആദ്യ ഘട്ടത്തിൽ ആരംഭിക്കും. നമ്മൾ 20 വീട്ടിൽ തുടങ്ങി 20 വീട്ടിൽ അവസാനിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ അതിനൊക്കെ അപ്പുറം നമുക്ക് എത്തിക്കാൻ പറ്റും. അതൊരു തടസ്സമാക്കുന്നില്ല. പക്ഷെ മുൻഗണന ഒരു പട്ടികയിലും ഇല്ലാത്തവർക്കാണ് മുൻഗണന എന്ന വാക്ക് മാത്രം ഉപയോഗിക്കുന്നത്. പാലക്കാട് നടന്ന പത്രസമ്മേളനത്തിൽ സ്മാർട്ട് ഫൗണ്ടേഷൻ സാരഥി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, ഇന്റൽ ഗ്രൂപ്പ് ചെയർമാൻ മോഹനൻ ഗോപാലകൃഷ്ണൻ, ഇന്റൽ മണി ED ആൻഡ് CEO ഉമേഷ് മോഹനൻ, ക്രെഡിറ്റ് ആൻഡ് CSR മേധാവി ശ്രീകുമാർ, ബിസിനസ് ഹെഡ് ജിജിത് തെക്കേയിൽ, മാർക്കറ്റിംഗ് മേധാവി ചഞ്ചൽ ഗംഗാധരൻ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.